നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്യുന്നതും നമ്മളെ ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ആൻഡ് അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യുന്നതൊക്കെ ആക്ച്വലി അക്കൗണ്ട് ലെവലിലാണ് എന്നുള്ളതും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടാർഗറ്റിംഗ് ലൊക്കേഷൻ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിയൻസ് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആഡ് ഗ്രൂപ്പിന്റെ അകത്തേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ, സോ ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ടാർഗറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ കീവേഡ്സും മാച്ചും വെച്ച് നമുക്ക് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് അണ്ടറിലെ ആഡുകൾ നമ്മൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ സിംഗിൾ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് പകരം ഞാൻ പറഞ്ഞു നമുക്ക് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേറെ ആദ്യത്തെ ഒറ്റ സിംഗിൾ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പുതിയ ആഡ് ഗ്രൂപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അപ്പൊ നമുക്കൊരു ബിസിനസ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ജോയിൻ ദിസ് മീറ്റിംഗ്. ഓക്കെ, നമുക്ക് ജുമാനയിലൊന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. So Jumana is big. Okay. അതെ ക്ലാസ് ഉണ്ടോ വെച്ചത്? Please. ഓക്കെ, എനിക്ക് തോന്നുന്നു ജുമാനയ്ക്ക് ഇപ്പൊ കയറാൻ പറ്റിയിരിക്കും. ആഡ് ചെയ്തത്. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ആ ക്യാമ്പയിൻ ലെവൽ, ആഡ് ഗ്രൂപ്പ് ലെവൽ അല്ലെങ്കിൽ അക്കൗണ്ട് ലെവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പതുക്കെ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന്റെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴൊക്കെയാണ് ഓരോ ക്യാമ്പയിനും അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക, എപ്പോഴൊക്കെയാണ് ഓരോ ഒബ്ജക്റ്റീവും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക, ഏതൊക്കെ ബിസിനസ്സിന് ഏതൊക്കെ ഒബ്ജക്റ്റീവ് ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടി ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവയർനെസ് ബിൽഡ് ചെയ്യാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് മോസ്റ്റ് ഓഫ് നമ്മൾ പറഞ്ഞ സെർച്ച് ക്യാമ്പയിൻ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെർച്ച് ക്യാമ്പയിൻ ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ അവയർനെസ് ബിൽഡ് ചെയ്യാനും കുറച്ച് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന ക്യാമ്പയിൻസ് ആയിരുന്നു ഡിസ്പ്ലേ ക്യാമ്പയിനും അതുപോലെ തന്നെ വീഡിയോ ക്യാമ്പയിൻസും, അത് യൂട്യൂബിൽ വരുന്ന ആഡുകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ ഒരുമിച്ച് ആഡ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് മാക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ സെർച്ച് ആഡൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെർച്ച് ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെർച്ച് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ആഡാണ് ഈ സെർച്ച് ആഡ് എന്നുള്ളത്. ആൻഡ് സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല രീതിയിൽ ആഡിന്റെ കീവേഡ്സ്, ലാൻഡിംഗ് പേജ് മേജർ ആയിട്ട് നമ്മൾ ടാർഗറ്റിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം കീവേഡ്സും ആഡ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ആഡുകൾ കൊടുക്കണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കൂടുതൽ നമ്മളെ CTR കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ലാൻഡിംഗ് പേജ് നമ്മൾ നല്ല കീവേഡ്സ് കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ നമ്മൾ ആഡ് കണ്ടു കഴിഞ്ഞാലും ആഡ് കണ്ടിട്ടുള്ള ആളുകൾ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത്
അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൺവേർട്ട് ആക്കേണ്ടത് ചുമതല ഉള്ളത് നമ്മുടെ ലാൻഡിംഗ് പേജിനാണെന്നുള്ളതും ലാൻഡിംഗ് പേജ് എപ്പോഴും നല്ല രീതിയിൽ CTAs കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. നമ്മൾ കൺവേർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റ് നമുക്ക് ഒരുപാട് ക്ലിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൺവേർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള പ്രശ്നം ഒന്നുകിൽ ലാൻഡിംഗ് പേജിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ് ഓക്കെ അല്ലാത്തതായിരിക്കും. അപ്പൊ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതലും ഇപ്പൊ ഞാൻ ഈ ഇടയായിട്ട് വന്നിട്ടുള്ള കൺസൾട്ടിങ്ങിലൊക്കെ ജസ്റ്റ് നമുക്ക് ഈ കൺവേർഷൻ വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ചെറിയ ഒരു 1 or 2 hour ജസ്റ്റ് ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് കൺസൾട്ടിങ്ങിന് ഇരിക്കും. അപ്പം മേജർ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം സെർച്ച് ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർ ലീഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നം അത് തീരെ ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത ലാൻഡിംഗ് പേജുകളാണ്. അത് കൂടുതൽ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SEO ചെയ്യുന്ന ഹോം പേജുകളിലേക്കും ഒക്കെ ആഡ് റൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനിയും എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ SEO ചെയ്യുന്ന പേജുകളിലേക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പേജിന്റെ അകത്തേക്ക് ലാൻഡിംഗ് പേജ് ആണ് കാണുന്ന പറഞ്ഞിട്ട് ആഡ് റൺ ചെയ്തിട്ട് കാര്യമില്ല. ലാൻഡിംഗ് പേജ് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു പേജിന്റെ അകത്ത് അല്ലെങ്കിൽ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പം അതിലേക്ക് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു സാധനം, അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വെക്കുന്ന സമയത്ത് അത് അത്രയും വൃത്തിയിൽ അല്ലെങ്കിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന സമയത്ത് ഒരു കടയിൽ കുറെ ഷൂവും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത് അത്രയും നീറ്റ് ആയിട്ട് അത് വെക്കാനുള്ള കാരണം കാണുന്ന ആൾക്കാർക്ക് അത് അത്രയും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാലും ആ ഷൂവോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്റ്റുകളോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊടി പിടിച്ച് കിടക്കുന്ന സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് വലിച്ചിട്ട് സാധനം ആയിക്കോട്ടെ ജസ്റ്റ് കറയായിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ അതൊന്നും ആൾക്കാർ വാങ്ങാൻ പോകുന്നില്ല. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഈ പൊടി പിടിച്ച് കിടക്കുന്ന ഷൂവും കറയായിട്ടുള്ള ഷർട്ടും ഒക്കെ ഉള്ള പോലെ തന്നെയാണ് ആളുകൾ നമ്മളെ കടയിൽ എത്തുന്ന പോലെ തന്നെ ഒരു യൂസർ വെബ്സൈറ്റിൽ നമ്മുടെ ആഡ് ക്ലിക്ക് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൽ ലാൻഡിംഗ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറെ സാധനങ്ങളും അതായത് എന്തിനാണ് അവർ വന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോകാൻ അവിടെ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലിക്ക് ചെയ്തിട്ടുള്ള പൈസയും പോകുന്നുണ്ടാവും, ഇവര് ഇട്ട് കൺവേർട്ട് ആവാനും പോകുന്നില്ല, ആ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. ഇനി നമ്മൾ ചില ആൾക്കാർ ഞാൻ കണ്ടെടുത്തോളം ചില ആൾക്കാർ വേറെ സാധനമാണ് ചെയ്തത്. അതായത് ഈ ലീഡ്സ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ഫോം ഒക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ അകത്ത് ഈ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇതുപോലൊരു ലീഡ് ഫോമോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഫോമോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഈ കുറച്ചുകൂടി ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ഈ CTAs കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് എന്തോ നമ്മൾ ഇത്രയും CTAs ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പേജ് തന്നെ ഇത് ലാൻഡിംഗ് പേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത്ര എനിക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് പേജ് തന്നെ ഈ ഒരു SEOന്റെ പേജ് ആയിട്ട് കൂടും ഞാൻ ഫ്രീ കൺസൾട്ടേഷനും ഗെറ്റ് എ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഈ ഒരു എന്തും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഫോമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ SEOന്റെ പേജ് ആയിട്ട് പോലും SEO ചെയ്യുന്ന പേജ് ആയിട്ട് പോലും ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാൻഡിംഗ് പേജ് ആവുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം, ഈ ഒരു CTAsന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെങ്കിൽ അവർക്കത് അതെങ്ങനെയാണ് എൻക്വയറി ചെയ്യേണ്ടതെന്ന് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ചെയ്തൊക്കെ വെറുതെയാണ്. മാക്സിമം CTAs ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഫുള്ള് കാണുന്നിടത്ത് മൊത്തം പോയിട്ട് CTA കൊടുക്കണം എന്നല്ല. CTAs ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കൺവേർഷൻ നടക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും ലാൻഡിംഗ് പേജുകളും അതുപോലെ തന്നെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ആൻഡ് ഹെൽപ്പ് ചെയ്യുന്ന വേറൊന്നായിരുന്നു അസെറ്റുകൾ എന്നുള്ളത്. അതായത് നമ്മുടെ ഹെഡ്ലൈനിന്റെ ഡിസ്ക്രിപ്ഷന്റെ കൂടെ ആഡിന്റെ അടിയിൽ എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്ന സെക്ഷന് പറയുന്ന പേരായിരുന്നു അസെറ്റ്സ് എന്നുള്ളത്. സോ ഈ അസെറ്റുകളും നമ്മളെ CTR അതായത് ആളുകൾക്ക് ആഡ് കാണുന്ന കൂടെ തന്നെ ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ഇന്റൻഷൻ കുറച്ച് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കീവേഡ്സ് ആൻഡ് ആഡ്സിന്റെ അകത്ത് വരുന്ന ഈ 3 കാര്യങ്ങൾ ലാൻഡിംഗ് പേജ് ഇതാണ് കൂടുതലും നമ്മൾ സെർച്ച് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ലീഡ്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഫസ്റ്റ് നമ്മൾ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് പൊസിഷന് പറയുന്ന പേര് അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷൻ ആയിരുന്നു. ഈ അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ നമ്മുടെ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ആഡ് റാങ്ക് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ആഡ് റാങ്ക് ഉണ്ടായിരിക്കണം. സോ ഈ ഫസ്റ്റ് പൊസിഷനിലെത്തണമെങ്കിൽ ആഡ് റാങ്ക് ഹൈ ആയിരിക്കണം. ആഡ് റാങ്കിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരുന്നു ക്വാളിറ്റി സ്കോറും CPC-യും. ക്വാളിറ്റി സ്കോറോ അല്ലെങ്കിൽ CPC-യോ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആഡിന്റെ റാങ്കും കൂട്ടാൻ പറ്റുള്ളൂ. സോ ആഡ് റാങ്കിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ CPC ആൻഡ് ക്വാളിറ്റി സ്കോർ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് CPC കൂടുന്നതിനെക്കാട്ടും നല്ലത് ക്വാളിറ്റി സ്കോർ കൂട്ടുന്നതാണ്. ക്വാളിറ്റി സ്കോർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള CTR, ലാൻഡിംഗ് പേജ് ആൻഡ് ആഡ് റെലവൻസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി സ്കോർ കൂടും. ഈ ക്വാളിറ്റി സ്കോർ കൂടിയിട്ടുള്ള കീവേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ആഡൊക്കെ നമ്മളെ ഹയർ പൊസിഷൻ, അതായത് നമ്മൾ അബ്സല്യൂട്ട് ടോപ്പ് പൊസിഷനിൽ വരുന്നുണ്ടാവും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡിംഗ് പേജ് അല്ലാന്നുണ്ടെങ്കിൽ കൺവേർഷൻ കിട്ടാണ്ടില്ല, കുറെ ക്ലിക്ക് കിട്ടുന്നുണ്ട്, കുറെ ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ കൺവേർഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്നാമത്തെ ഇഷ്യൂ ലാൻഡിംഗ് പേജ് ആണ്. രണ്ടാമത്തെ ഇഷ്യൂ നമ്മളെ കീവേഡ് ടാർഗറ്റിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എത്രയൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വേണ്ടാത്ത കീവേഡിൽ ആളുകൾ നമ്മളെ സെർച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയും നമ്മളെ ആഡ് കാണാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടായിരുന്നു നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ സെർച്ച് ടേംസ്, ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെർച്ച് ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സിന്റെ അകത്ത് സെർച്ച് ടേംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടായിരുന്നു, നമ്മളെ ഒരു കീവേഡിൽ ഓക്കെ. സോ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സിൽ സെർച്ച് ടേംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കീവേഡിലാണ് നമ്മൾ ആഡിന് ക്ലിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ ഇംപ്രഷൻ കിട്ടിയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ കീവേഡിലൊക്കെ അല്ലെങ്കിൽ വേണ്ടാത്ത ഏതെങ്കിലും കീവേഡ്സിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഇംപ്രഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ഒരു വേണ്ടാത്ത കീവേഡിൽ ഇംപ്രഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടാത്ത കീവേഡിൽ ക്ലിക്ക് വന്നിട്ടുള്ള വേണ്ടാത്ത കീവേഡിൽ ക്ലിക്ക് വന്നിട്ടുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ടേംസ്, ക്വയറീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് അതിന് നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെഗറ്റീവ് കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു കീവേഡിൽ സെർച്ചും വരുന്നുണ്ടാവില്ല, ക്ലിക്കും വരുന്നുണ്ടാവില്ല, ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പം നെഗറ്റീവ് കീവേഡ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആൻഡ് ആഡ് റാങ്കിന്റെയും ക്വാളിറ്റി സ്കോറിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് ഡിഫറെന്റ് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയും മനസ്സിലാക്കി വെക്കുക. സെർച്ച് ആഡിൽ നമുക്ക് മേജർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാനുണ്ടാവുക. സോ ആൻഡ് നമുക്ക് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഓപ്ഷൻ ഇൻസൈറ്റ്സിന്റെ അകത്താണ് നമുക്ക് സെർച്ച് ടേംസ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്ഷൻ ഇൻസൈറ്റ്സ്. ഈ ഓപ്ഷൻ ഇൻസൈറ്റ്സിന്റെ അകത്താണ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ സെയിം കീവേഡിൽ ബിഡ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിനെ കാണാൻ പറ്റുക. അതേപോലെ തന്നെ അവരും നമ്മളും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അണ്ടർ പെർഫോമിംഗ് ആണോ നമ്മൾ അവരെക്കാട്ടും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെറ്റർ പെർഫോമിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇൻസൈറ്റ്സ് നമ്മുടെ സെക്ഷൻ വെച്ചിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഇതിന്റെ അകത്തുള്ള ഈ അഡ്വർടൈസേഴ്സ് ചെയ്യുന്ന ആഡുകൾ കാണാൻ വേണ്ടിയിട്ട് ആഡ് ട്രാൻസ്പെറൻസി സെന്റർ, അത് ഏത് സെർച്ച് ആഡ് മാത്രമല്ല ഏതൊക്കെ ആഡുകൾ ഓരോ അഡ്വർടൈസേഴ്സും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ആയിരുന്നു ആഡ്സ് ട്രാൻസ്പെറൻസി സെന്റർ. സോ സെർച്ച് ആഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മേജർ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഡിസ്പ്ലേ ആഡ്സിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ആണുള്ളത്. അതായത് നമ്മൾ ക്യാമ്പയിൻ ടൈപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് ബിഡിംഗ് സ്ട്രാറ്റജീസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ഇപ്പം ടാർഗറ്റ് ROAS അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഉണ്ടായിരുന്നു. അതായത് ആളുകൾ നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട്, അപ്പം ഏതായാലും സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവയർനെസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആഡുകൾ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിസ്പ്ലേ ആഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഇതിനെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെ വെബ്സൈറ്റിൽ പോകണം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏതൊക്കെ ലൈക്ക് യൂട്യൂബ് ചാനലിൽ നമുക്ക് ഡിസ്പ്ലേ ആഡുകൾ താഴത്ത് കാണാൻ പറ്റുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഏതൊക്കെ ഡെമോഗ്രാഫിക്സ് ബേസ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിൽ, ഏതൊക്കെ കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ആഡ്, അതായത് ഡിസ്പ്ലേ ആഡ് കാണുന്നുള്ളത് നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, നമ്മൾ ഈ ടാർഗറ്റിംഗ് ചെയ്യുന്നത് എല്ലാം കൂടെ ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പിൽ ചെയ്യുന്നതിന് പകരം ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില വെബ്സൈറ്റിലേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ഗ്രൂപ്പ്,
അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ, ആഡ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ. ഇനി കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് അതിന് സ്പെസിഫിക് ഒരു ആഡ് ഗ്രൂപ്പ്, അതുപോലെ സ്പെസിഫിക് ആയിട്ട് വെബ്സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് മാത്രം ആഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ആഡ് ഗ്രൂപ്പ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യമൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് ഒരു സിംഗിൾ ആഡ് ഗ്രൂപ്പ് തന്നെ ഈ ടാർഗറ്റിംഗ് മൊത്തം കൊടുക്കും. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ്, ടോപ്പിക്സ്, ഡെമോഗ്രഫിക്സ്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ ആദ്യം ആഡ് ഉണ്ടായിരുന്നത്. പിന്നെ റിസൾട്ട് കിട്ടാണ്ടായപ്പോൾ മനസ്സിലായത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഇന്ന ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഒരു ആഡ് ഗ്രൂപ്പിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഇമേജ് ഒക്കെ വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഒരു ആഡ് ഗ്രൂപ്പ് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ടാർഗറ്റിംഗിൽ ഞാൻ ഓരോന്നിനും ഓരോ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാൻ അതുവഴി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴും നമ്മൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു ഡിസ്പ്ലേ ആഡും വീഡിയോ ആഡ്സ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് കുറച്ച് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേ ആഡുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്, വീഡിയോ ആഡുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അതുപോലെ ബിഡിംഗ് സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു, നമുക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ബിഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ROAS എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ഇത്ര പെർസെന്റേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു എമൗണ്ട് അത്രയും പെർസെന്റേജ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്കായിരിക്കും നമ്മൾ ആഡ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഡിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര എമൗണ്ടിൽ ലിമിറ്റ് ചെയ്തിട്ട് മാത്രം ആളുകളെ, അല്ലെങ്കിൽ 200 നമുക്ക് കൺവേർഷൻ ഒക്കെ അല്ലെങ്കിൽ ടാർഗറ്റ് CPA കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 കൊടുക്കുകയാണെങ്കിൽ 200-ന് കൺവേർട്ട് ആവുന്ന ആളുകളെ മാത്രം കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ബിഡിംഗ് സ്ട്രാറ്റജീസ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഏത് ആഡുകളാണ് കാണിക്കേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏതൊക്കെ ഇമേജുകൾ നമുക്ക് വെക്കാം. അപ്പൊ ഇമേജ് വെക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് വെക്കാനുള്ള ഓപ്ഷൻ ഗൂഗിൾ ആഡ് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും നമുക്ക് ഇവിടെ 5 ഹെഡ്ലൈൻസും 5 ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ലോങ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷനും അവിടെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ആഡ് ആളുകൾക്ക് കാണിക്കുന്നുണ്ടാവുക. ആ ഇമേജിന്റെ കൂടെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആഡ് ആൾക്ക് കാണിക്കുന്നുണ്ടാവുക. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ലോങ് ഹെഡ്ലൈൻസ് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയാം, നമുക്ക് വലിയ പ്ലേസ്മെന്റ്സ്, അതായത് നമുക്ക് ഒരു അത്യാവശ്യം നല്ല ലാർജ് ബാനറിന്റെ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ അങ്ങനത്തെ ഒരു വെബ്സൈറ്റിലൊക്കെ കുറെ വലിയൊരു ഇമേജ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോങ് ഹെഡ്ലൈൻ ആയിരിക്കും നമ്മളെ സാധാരണ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കൂടി അവിടെ വരുന്നുണ്ടാവുക. നമ്മൾ എന്താണ് ലോങ് ഹെഡ്ലൈൻ കൊടുക്കുന്നത് അതായിരിക്കും ആ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കൂടെ അവിടെ വരുന്നുണ്ട്. ഇതാണ് ഹെഡ്ലൈൻ. ആൻഡ് നമുക്ക് എന്തും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ CTS, ഡിഫറെന്റ് ആയിട്ടുള്ള കോൾ നൗ, അപ്ലൈ നൗ, സൈൻ അപ്പ്, അങ്ങനെ CTS കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ CTS കൊടുക്കുന്നതും നമുക്ക് കുറച്ചുകൂടി ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ആഡ് ആളുകൾ കണ്ടാൽ മതി, അവയർനെസ് ബിൽഡ് ചെയ്യാനാണെന്നെങ്കിൽ ഈ CTA കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഈ CTA കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്, അവർ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ CTS കൊടുക്കുന്നത്. സോ CTS കൊടുക്കുന്നതും കുറച്ചുകൂടെ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഡിസ്പ്ലേ ക്യാമ്പയിൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളന്ന് പറഞ്ഞു ഡിസ്പ്ലേ ക്യാമ്പയിൻ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ സെർച്ച് ആഡ് ഒപ്റ്റിമൈസ് ചെയ്ത പോലെ തന്നെ ഈ ഡിസ്പ്ലേ ആഡ്സും ഒപ്റ്റിമൈസ് ചെയ്യണം. നമ്മൾ കുറെ ആഡുകൾ ആള് കാണുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ ആഡ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മേ ബി നമ്മളുടെ പ്ലേസ്മെന്റുകളിൽ കുറച്ച് പ്രശ്നം പറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മളെ ആഡ് കാണിക്കുന്ന പ്ലേസ്മെന്റുകൾക്ക് കുറച്ച് പ്രശ്നം പറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ കാണിക്കുന്ന വേണ്ടാത്ത, നമുക്ക് തീരെ താല്പര്യമില്ലാത്ത വെബ്സൈറ്റുകളിലേക്കൊക്കെ, അല്ലെങ്കിൽ ആളുകൾ കയറാത്ത വെബ്സൈറ്റുകളിലേക്കൊക്കെ ആയിരിക്കും ആഡ് കാണിക്കുന്നുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സോ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് വെൻ ആൻഡ് വേർ ആഡ്സ് ഷോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവിടെ വേർ ആഡ് ഷോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷന്റെ അകത്ത്
റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ്, അവിടെ ഏതെങ്കിലും പ്ലേസ്മെന്റ്സുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേസ്മെന്റുകൾ സെലക്ട് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നെഗറ്റീവ് കീവേഡ്സ് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഗാംബ്ലിംഗ് സൈറ്റുകള്, പിന്നെ ലോ ക്വാളിറ്റി സൈറ്റുകള്, അതുപോലെ തന്നെ ചിൽഡ്രൻസിന്റെ ചില വെബ്സൈറ്റുകൾ ഉണ്ടാവും, അവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ചൈൽഡിൽ അങ്ങനത്തെ വെബ്സൈറ്റുകള്, ഇപ്പൊ കാർട്ടൂൺ അതുപോലത്തെ എന്തെങ്കിലും വെബ്സൈറ്റുകള്, അങ്ങനെ ലോ ക്വാളിറ്റി വെബ്സൈറ്റുകൾ. ഇപ്പൊ നമ്മള് കൂടുതൽ ആഡ് റൺ ചെയ്യുന്നതിൽ ഒരു 50% നമ്മൾ ആഡ് കാണിക്കുന്നുണ്ടാവുക ലോ ക്വാളിറ്റി വെബ്സൈറ്റുകളിലേക്ക്, അതായത് ആരും ലൈക്ക് ഒരു ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റ്, ക്വാളിറ്റി ഇല്ലാത്ത വെബ്സൈറ്റുകളിലേക്ക്. അപ്പൊ നമ്മളെ ഈ ഒരു പ്ലേസ്മെന്റുകളിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ലോ ക്വാളിറ്റി വെബ്സൈറ്റോ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആയിട്ടുള്ള സൈറ്റോ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ ചിൽഡ്രന്റെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൈറ്റുകളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്ലേസ്മെന്റുകളിൽ നമുക്ക് വെൻ ആൻഡ് വേർ ആഡ് ഷോർട്ടിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ സൈറ്റുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേസ്മെന്റുകളെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം നെഗറ്റീവ് കീവേഡ്സ് കൊടുക്കുന്ന അതേ എഫക്റ്റിംഗ് ആണ് ഉണ്ടാവുക. പിന്നെ ആ ഒരു പ്ലേസ്മെന്റുകൾ അല്ലെങ്കിൽ പിന്നെ ആ ഒരു സൈറ്റുകളിലേക്ക് നമ്മളുടെ ഡിസ്പ്ലേ ആഡ് ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, റൺ ചെയ്യുന്നുണ്ടാവില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. സോ ഇതൊക്കെ ഒരു പരിധി വരെ, ഇങ്ങനെ പ്ലേസ്മെന്റുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പരിധി വരെ നമ്മളുടെ ഈ ഒരു ഫണ്ട് വെറുതെ ബേൺ ആവുന്നത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ മോസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിയേറ്റീവ്സിന്റെ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ആളുകൾ നമ്മളെ ആഡ് കാണുന്നുണ്ട്, പക്ഷെങ്കിൽ ആഡിന് ക്ലിക്ക് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി അത് നമ്മളെ ക്രിയേറ്റീവ് അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് അല്ല കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ക്രിയേറ്റീവിന് ക്ലിക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, ആളുകൾ ആഡ് കാണുന്നുണ്ട് പക്ഷെ ക്ലിക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ക്രിയേറ്റീവ് കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ചെയ്യണം. അതായത് കുറച്ചുകൂടിയും ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ക്രിയേറ്റീവ് ആയിരിക്കണം നമ്മൾ ആ ഒരു അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഡിസ്പ്ലേ ആഡ് റൺ ചെയ്തിട്ട് ഇംപ്രഷൻ വിട്ട് തന്നെ ക്ലിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വേറെ ആരതും അല്ല, നമ്മളെ ക്രിയേറ്റീവിൻ്റെത് തന്നെയാണ്. സോ ക്രിയേറ്റീവ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടിയും എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവ്സിന്റെ അകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ആ ക്രിയേറ്റീവ്സ് കുറച്ചുകൂടെ നിങ്ങളെ ആ ഒരു ഡിസ്പ്ലേ ആഡുകളിലൊക്കെ നിങ്ങളെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ക്രിയേറ്റീവ്സ് നോക്കുക. ആൻഡ് ക്രിയേറ്റീവ്സിന്റെ കൂടെ കൊടുക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹെഡ്ലൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. സോ ഹെഡ്ലൈൻസ് ഒക്കെ ചെറിയ ഹെഡ്ലൈൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മാത്രം കൊടുക്കുന്നതിന് പകരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വിത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വലുതാക്കണ്ട, നമുക്കറിയാം 30 ആ ഒരു ക്യാരക്ടേഴ്സ് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ എന്ത് ചെയ്യാം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് 90 ക്യാരക്ടേഴ്സ് പറ്റും. നല്ല ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ 5 എണ്ണം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യാം, അസറ്റുകൾ, ഇപ്പൊ കുറച്ച് ഇമേജുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൂടുതൽ 5 എണ്ണം വെച്ചിട്ട് തന്നെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുക. അപ്പൊ നല്ലോണം അങ്ങനെ 5 എണ്ണം വെച്ച് കൊടുക്കുമ്പോൾ ഗൂഗിളിന് സെലക്ട് ചെയ്യാൻ പറ്റും ആളുകൾക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആ ഒരു ക്രിയേറ്റീവിന്റെ കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് അട്രാക്ട് ചെയ്യുക, അവിടെ കൊടുക്കുന്ന ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും മാറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്ക്ലൂഷൻ, അതായത് നമുക്ക് ആഡ് എവിടെയാണ് കാണിക്കുന്നത് എന്നുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യുക, വേണ്ടാത്ത പ്ലേസ്മെന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് യെസ്, അത് സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ലാൻഡിംഗ് പേജ് എപ്പോഴും നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ഈ CTA ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഹെഡ്ലൈനെ കൊടുത്തു, നല്ല അടിപൊളി ക്രിയേറ്റീവ് ഒക്കെ സെറ്റ് ചെയ്തു, വീണ്ടും നമ്മൾ സെർച്ച് ആഡിൽ പറഞ്ഞ അതേ കാര്യം പറയാണ്, അവിടെ വീണ്ടും നമ്മൾ എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു ലാൻഡിംഗ് പേജിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവിടെ പിന്നെയും ഇത്രയും കഷ്ടപ്പെട്ടതിന് കാരണം ഉണ്ടാവില്ല. സോ ലാൻഡിംഗ് പേജ് ഒരു വില്ലൻ തന്നെയാണ്, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് ഒരു ഹീറോ തന്നെയാണ്. ലാൻഡിംഗ് പേജ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഉണ്ടാവും നിങ്ങളെ കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് ടാർഗറ്റിംഗ്, നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയൻസ് ടാർഗറ്റിംഗ് ആണ്, നമ്മളെ ടോപ്പിക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കീവേഡ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം
വേണ്ട പ്ലേസ്മെന്റുകൾ അല്ലെങ്കിൽ വേണ്ട വെബ്സൈറ്റുകളിൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ, നമ്മളുടെ ആഡ് കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ കീവേഡ്സ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടോപ്പിക്സ് കൊടുക്കുന്ന സമയത്തോ നമ്മളൊരു വൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഇപ്പൊ ടോപ്പിക് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് കൊടുക്കുകയാണ്, അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അതിന് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ട് വലിയ വൈഡായിട്ട് കൊടുക്കുന്ന സമയം കുറച്ചുകൂടി എക്സാക്ട് ആയിട്ടുള്ള നമുക്ക് പ്രോപ്പർ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ കൊടുക്കുക. അതേപോലെ തന്നെ കീവേഡ്സ് ഒക്കെ, നല്ല കീവേഡ്സ് ഒക്കെ നമ്മൾ ആ കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ ഏത് കീവേഡ്സ് ആണ് കൊടുക്കുന്നത് ആ കീവേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ആയിരിക്കും ആഡ് കാണിക്കുന്നുണ്ടാവുക. സോ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല വെബ്സൈറ്റുകളിൽ തന്നെ ആയിരിക്കും പിന്നെ കാണിക്കുന്നുണ്ടാവുക. ഓൾറെഡി നമുക്ക് വേണ്ടാത്തത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്ക് വെൻ ആൻഡ് വെയർ ആഡ് ഷോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എവിടെയാണ് ആഡ്സ് ഷോ ചെയ്തിരിക്കുന്നത് എന്നുള്ളടുത്ത് ആ പ്ലേസ്മെന്റ് കാണിക്കുന്നുണ്ടാവും. ആ പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ കാണിക്കുന്നുണ്ടാവില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്പ്ലേ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആഡിനെ സെർച്ച് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫറെന്റ് ബിറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ആഡുകൾ റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മേജർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്യാമ്പയിൻ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വീഡിയോ ആഡ്സും, രണ്ടാമത് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനും, ദെൻ നമുക്ക് ഷോപ്പിംഗ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ആഡ്സ് ആക്ച്വലി സിമിലർ ടു എന്ത് തന്നെയാണ്, നമ്മളുടെ ഡിസ്പ്ലേ ആഡ് തന്നെയാണ്. അതായത് കൂടുതലും അവയർനെസ് ബിൽഡ് ചെയ്യണം, ചെറിയ രീതിയിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വീഡിയോ ആഡ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് കേസിൽ നമ്മളൊരു വീഡിയോ ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൺ ചെയ്യേണ്ട വീഡിയോ ആക്ച്വലി നമ്മൾ ഏത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ URL സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ എന്റെ ആഡ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നയോ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡൊക്കെ ആയിട്ട് എനിക്ക് എന്റെ ആഡ്സിൽ വീഡിയോ ആഡിൽ യൂട്യൂബിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യണം, എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. ആൻഡ് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ആഡാണ് വേണ്ടതെന്നുള്ള സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ യൂട്യൂബ് ചാനലിന്റെ URL സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ആ ആഡുകള് യൂട്യൂബിൽ വീഡിയോ ആഡായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡായിട്ടും പെട്ടെന്ന് കയറി വരുന്ന ബമ്പർ ആഡൊക്കെ ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യാത്ത കൊടുക്കാറുള്ളത്. ഇപ്പൊ ചെറിയ കേസിൽ നമുക്ക് വീഡിയോ AI ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ജനറേറ്റർ, AI വീഡിയോ ജനറേറ്റർ അവിടെ നമുക്ക് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടിയും AI വീഡിയോസിനെ കാട്ടും ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റിയൽ വീഡിയോസ് തന്നെയായിരിക്കും. സോ നിങ്ങൾ ആഡ്സ്, വീഡിയോ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും AI വീഡിയോസ് പ്രിഫർ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾക്ക് റിയൽ വീഡിയോസിനായിരിക്കും കുറച്ചുകൂടിയും ക്രെഡിബിലിറ്റി കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്തിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആയിരിക്കും നമുക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ചാനൽസിലേക്ക്, ഡിഫറെന്റ് ടോപ്പിക്കുള്ള ചാനൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗൂഗിള് ആഡ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടാവുക. സോ ഡിസ്പ്ലേ ക്യാമ്പയിന്റെ ഏകദേശം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോ ആഡ്സിനുള്ളത്. നമുക്ക് ഡിസ്പ്ലേ ക്യാമ്പയിനിൽ പുതിയ ഇമേജുകൾ പുറത്തുനിന്ന് ആഡ് ചെയ്യാണ്ട് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം കൂടുതലും നമ്മുടെ യൂട്യൂബിലെ വീഡിയോന്റെ ലിങ്ക് കൊടുത്തിട്ടാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക. ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യണം ആദ്യം യൂട്യൂബിൽ, എന്നിട്ട് അതിന്റെ ലിങ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കിപ്പബിൾ ആയിട്ടുള്ള ആഡും നോൺ സ്കിപ്പബിൾ ആയിട്ടുള്ള ആഡും അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ ആഡ്സ് പെട്ടെന്ന് കയറി വരുന്ന ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. and അതേപോലെ തന്നെ ടാർഗറ്റിംഗ് ഏതാണ്ട് സെയിം ആണ്. വെബ്സൈറ്റിലേക്കൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിഫറെന്റ് ചാനൽസിലേക്കും ഡിഫറെന്റ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ചാനൽസിലേക്കൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യാവുന്നതാണ് വീഡിയോ ആഡ്സിന്റെ കേസിലേക്കാണെന്നുണ്ടെങ്കിൽ. സോ വീഡിയോ ആഡ്സിലേക്ക് നമുക്ക് വരാം. ആൻഡ് അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറിയ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ആഡ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്ക് ആണ്
ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾ ആ സിറ്റുവേഷൻ കണ്ടിട്ട് ജസ്റ്റ് ആൻസർ ചെയ്യുന്ന രീതിയാണ്. അതിനു മുന്നേ ചെറിയൊരു ടേംസ് വെച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10 ടേംസിനെ ഞാൻ ഇൻകറക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടേംസ് നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ടേംസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ലൈഡിലേക്ക് പോവാം. അതിനു മുന്നേ ഞാൻ ആ ഒരു ടേം ഷെയർ ചെയ്യാണ്. റെഡി ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ അകത്തുള്ള ഡിഫറെന്റ് ടേംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടേംസ് ഇൻകറക്റ്റ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി. ഓക്കെ, സോ അത് ഏതൊക്കെയാണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സോ യെസ്, ഫസ്റ്റ് വൺ, എനി വൺ? പെട്ടെന്ന് കിട്ടിയോ ആരെങ്കിലും? സെർച്ച് അനലിറ്റിക്സ് ആണ്. ഞാൻ ആരാന്ന് കാണില്ല, ആരാന്ന് പറയണം. ഏതെങ്കിലും പറയാൻ പറ്റുമോ? തേർഡ് വൺ കൺവേർഷൻ വന്നെങ്കിലേ മോശമാണേ. ലാൻഡിംഗ് ഇത് സിമ്പിളാ. Anyone? ഒറ്റ മിനിറ്റ്, ഓഡിയബിൾ ആണോ ഞാൻ പറയുന്നത്? യെസ് സർ. ആഡ് റാങ്ക് ലാസ്റ്റ് സെക്കൻഡ് ഇൻ മാർക്കറ്റ്. ലാസ്റ്റ് സെക്കൻഡ് ഇൻ മാർക്കറ്റ്. യെസ്. 5 ലാൻഡിംഗ് പേജ്. ഓക്കെ, 5. ഫസ്റ്റ് വൺ ക്വാളിറ്റി സ്കോർ. 4 കൺവേർഷൻസ് ആണ്. യെസ്, ക്വാളിറ്റി സ്കോർ for conversions. 3 paid ads. ഇത് Paid ads 3 paid ads ആണോ? paid adsന്റെ എല്ലാം ഇവിടെ വരുന്നു. എട്ടാമത്തെ മാക്സ് പെർഫോമൻസ് മാക്സ് പെർഫോമൻസ് അല്ല, പെർഫോമൻസ് മാക്സ് അല്ലേ? പെർഫോമൻസ് മാക്സ്. യെസ്, last broad match. ലാസ്റ്റ് ബ്രോഡ് മാച്ച്. ഇൻ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ്, ആരെങ്കിലും? കഴിഞ്ഞോ? ഇത് പറയാൻ പറ്റുമല്ലോ, ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയേ. ഡിസ്പ്ലേ ആഡ്സ്. ഡിസ്പ്ലേ ആഡ്സ്. ഇത് രണ്ടും കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. എന്തോ ടാർഗറ്റ് ആണ്. ആ, ടാർഗറ്റ് ആണ്. അപ്പൊ എന്ത് ടാർഗറ്റ് ആയിരിക്കും? യെസ്, ടാർഗറ്റ്. And the final one. പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഇതെന്താണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്? പ്രൊമോഷൻസ്, പെയ്ഡ് ആഡ്സ്, പെയ്ഡ് ആഡ് പ്രൊമോഷൻസ് ആണ്. സ്പീഡ് ഡി ഇല്ലല്ലോ. ആ, ഇതായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. ഫസ്റ്റത്തെ കുറച്ച് സെക്ഷനിലേക്ക് പോയി നോക്കിയാ. പ്രൊമോഷൻ ഉണ്ട്,
Paid promotion. ഡി ഉണ്ട് അവിടെ. ഇല്ല. അപ്പം പ്രൊമോഷൻ ഒഴിച്ചിട്ട് ബാക്കി വായിച്ചു നോക്കിയേ. ആ പ്രൊമോഷൻ പ്ലസ് Promotion. App. ആപ്പ് പ്രൊമോഷൻ. ഓക്കെ, ഗ്രേറ്റ്. യെസ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ടേംസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഒരുപാട് ടേംസ് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ കണ്ടു കഴിഞ്ഞാൽ ടേംസ് മനസ്സിലാവണം. ടാർഗറ്റ് ROS, അതുപോലെ തന്നെ ഡിസ്പ്ലേ ആഡ്സ്, സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ് അതൊക്കെ. പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇൻ മാർക്കറ്റ്, ബ്രോഡ്, മാച്ച്, പെർഫോമൻസ്, മാക്സ്, ഒരുപാട് ടേംസും കാര്യങ്ങളും ഉണ്ട് ഗൂഗിൾ ആഡ്സിൽ. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ ടേംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ടെർമിനോളജീസ് ഒക്കെ വെച്ചിട്ടുള്ള ടേംസ് എന്താ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എന്നാൽ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടാസ്ക്. ഇതിന്റെ അകത്ത് ഞാൻ ഡിഫറെന്റ് സിറ്റുവേഷൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഈ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് വൺ വേർഡ് ആൻസർ ആയിരിക്കും. അതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ ഈസ്, ക്വസ്റ്റ്യൻ ഇതാണ്: an education institute wants to collect students' inquiry. Form. കംപ്ലീറ്റ് ഫോം. ഫോം ആണെന്ന് അവർ പറയുന്നുണ്ട്. Lead form. ഒബ്ജക്റ്റീവ് ഫോം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ്? Leads. ലീഡ്സ്. നെക്സ്റ്റ് വൺ: Sales. ഒബ്ജക്റ്റീവ് അല്ലേ ഇത്? ഒന്ന് വായിച്ചു നോക്കിയേ. സെയിൽസ് ആണോ? ഏതാണ്? സെയിൽസ്. വായിച്ചു നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ ഉള്ള വായിച്ചു നോക്കിയേ. Cycling ആണോ? Yes. An e-commerce brand wants to show multiple product categories like shoes, bags, and jackets below that. അതായത് ആഡിന്റെ താഴത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പേജ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് അസറ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ് ആണ്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വൺ: Sales അല്ലേ? സ്വാഭാവികം അല്ലേ? സെയിൽസ്. ഇത് Display. local store visit. അതിനിടയ്ക്ക് ആരും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Display. ഡിസ്പ്ലേ ആഡ് അല്ലേ? Display. ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ നമ്മള് ഡിസ്പ്ലേ ആഡ്. Affinity. Yes. We want to target the users based on their interest. ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് സെഗ്മെന്റ്സ് നമ്മൾ പറയുന്ന പേരായിരുന്നു അഫിനിറ്റി ഓഡിയൻസ്. കിട്ടിയോ? Ad rank. Quality score. ക്വാളിറ്റി സ്കോർ. ആഡ് റാങ്ക് CPC കൂട്ടാണ്ട് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? ആഡ് റാങ്ക് ക്വാളിറ്റി സ്കോറിന്റെ CPC എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ആഡ് റാങ്ക് കൂട്ടണം, പക്ഷെങ്കിൽ CPC കൂട്ടാൻ പറ്റില്ല. CPC കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി സ്കോർ കൂട്ടിക്കൊടുത്താൽ മതി.
Negative keyword. Negative keywords. A luxury watch store is getting clicks from searches like cheap watches and free watches. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഇറലവന്റ് ആയിട്ടുള്ള ഈ ഫ്രീ വാച്ചസ് നമുക്ക് വേണ്ടാത്ത ലക്ഷറി വാച്ച് ആണ്. അപ്പൊ ലക്ഷറി വാച്ച് എന്ന രീതിയിൽ ആ സെർച്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ചീപ്പ് വാച്ചസിന് ഒരിക്കലും നമ്മൾ ലക്ഷറി വാച്ചിന് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഫ്രീ വാച്ചസിന് ഒരിക്കലും നമ്മൾ ലക്ഷറി വാച്ചസ് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ സെർച്ച് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള് നെഗറ്റീവ് കീവേഡ്സിന്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. Awareness. യെസ്. എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ഓൾറെഡി ഉള്ള ഒരു കമ്പനി പുതിയൊരു സർവീസ് ഇൻട്രൊഡ്യൂസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കേസിൽ മാക്സിമം പീപ്പിളിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ചൂസ് അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. കിട്ടോ? കിട്ടും. Headlines and TTR. യെസ്, ഹെഡ്ലൈൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണ്. ഹെഡ്ലൈൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ, ഫ്യൂ ക്ലിക്സ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇംപ്രഷൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെട്രിക്സ്, ഏത് മെട്രിക്സ് ആയിരിക്കും? CTR, ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് അവിടെ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് CTR കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ഇംപ്രഷൻസ് കിട്ടിയിട്ട് കാര്യമില്ല, ആഡിന് ക്ലിക്ക് കിട്ടണം. സോ CTR കൂട്ടണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ, അസെറ്റ്സ് ഈ 3 കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഈ സ്ലൈഡ് ഷെയർ ചെയ്യൂ. കാണില്ലേ? പോയോ? സ്ലൈഡ് പോയോ? ഇല്ല, ഉണ്ട്. എനിവൺ? കൺവേർഷൻ വാല്യൂ ആണോ? ആയിരിക്കോ? കൺവേർഷൻ ഒപ്റ്റിമൈസ് ആയിരിക്കോ? ഈച്ച് ക്ലിക്ക് CPC. CPC അല്ലെ, മാക്സിമം കോസ്റ്റ് പെർ ക്ലിക്ക്. CPC സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലിമിറ്റ് നമ്മളൊരു 30 അല്ലെങ്കിൽ നമ്മൾ CPA ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓർമ്മല്ലേ, അതായത് 30 മാക്സിമം ബിഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു മാക്സിമം അത്രയുള്ള ആൾക്കാർക്ക് മാത്രം ആഡ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? Price match. Yes, business wants to appear when the search include the keyword meaning. Keyword meaning വെച്ചിട്ടുള്ള സെർച്ചുകളിലൊക്കെ എന്ത് വരണം? നമ്മൾ ആഡ് കാണിക്കണം. പക്ഷെ അത് എക്സാക്ട് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വെച്ചിട്ടുള്ള സെർച്ചിലൊക്കെ നമ്മൾ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കീവേഡ്സ് ആണ് ഫ്രേസ് മാച്ച് കീവേഡ്സ് എന്നുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. Account setup, billing. ഏതാ? Campaign level അല്ലേ? ക്യാമ്പയിൻ ലെവലില്ല, Account. അക്കൗണ്ട് ലെവൽ അല്ലേ? Account setup. അക്കൗണ്ട് ലെവൽ നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളും പേരും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അക്കൗണ്ട് ലെവലിലാണ്. റിയൽ എസ്റ്റേറ്റ് എത്തി. എവിടെ നമ്മൾ ആളെവിടെ? റിയൽ എസ്റ്റേറ്റ് സെർച്ച് ഓഡിയൻസ് ടൈപ്പ് ചോദിച്ചേ.
നോക്കിയേ Detailed demography. ഏതേതാ Detailed demography. ആണോ? No. In market. യെസ് യെസ് യെസ്, ഇൻ മാർക്കറ്റ് അല്ലെ. നമുക്ക് 3 ടൈപ്പ് ഓഫ് മെയിൻ ഓഡിയൻസ് സെഗ്മെന്റ്സ് ഉണ്ടായിരുന്നു അവിടെ. ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ്, അഫിനിറ്റി ആൻഡ് ഇൻ മാർക്കറ്റ്. ഇൻ മാർക്കറ്റിന്റെ കേസിൽ ആക്റ്റീവ്ലി റിസർച്ചിങ്, ആ ഒരു പ്രോപ്പർട്ടി ആക്റ്റീവ്ലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻ മാർക്കറ്റ് ഓഡിയൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പെർഫോമൻസ് മാക്സ്. പെർഫോമൻസ് മാക്സ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഷോ ആഡ് അക്രോസ് പ്ലാറ്റ്ഫോംസ്. നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോംസിനും ഒരുമിച്ച് ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചൂസ് ചെയ്യാവുന്ന ക്യാമ്പയിൻ ടൈപ്പ് എന്നുള്ളത് പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്പ് ആണ്. ക്യാമ്പയിൻ ലെവലാണ്. സ്വാഭാവികം. നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിലൊരു ഡൗട്ടും ഇല്ല. ലൊക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് എപ്പോഴും ക്യാമ്പയിൻ ലെവലിലായിരിക്കും. ഏത് ആഡാ റൺ ചെയ്യേണ്ടതാണ്? Google Maps. ഗൂഗിൾ മാപ്പിൽ തന്നെ മറ്റേ അതന്നെ റൺ ചെയ്യണം നിർബന്ധമുണ്ടോ? ഏത് ക്യാമ്പയിൻ ആണ്? ലോക്കൽ സ്റ്റോർ. നിയർമിക്ക് ലോക്കൽ സ്റ്റോർ വേണമെന്നില്ല. ഐ മീൻ ലോക്കൽ സ്റ്റോർ തന്നെ അല്ല. ഏത് ക്യാമ്പയിൻ ആണ്? സെർച്ച്. സെർച്ച് ക്യാമ്പയിൻ. ഈ ഒരു അസറ്റ് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? കോൾ ഔട്ട് ആണ്. യെസ്. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള അവരെക്കാട്ടും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെക്കാട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒക്കെ ആ ഡിസ്ക്രിപ്ഷന്റെ കൂടെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ, ആഡ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അസെറ്റിന് പറയുന്ന പേരാണ് കോൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസെറ്റ്. കഴിയാനായി നമ്മൾ സിമ്പിളാ. പ്രൊമോഷൻസ് അല്ലെ. നമ്മളെ സ്പെഷ്യൽ ഡേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസെറ്റാണ്, താഴത്തെ അസെറ്റാണ് പ്രൊമോഷൻസ്. കൺവേർഷൻ ROAS. കൺവേർഷൻ വാല്യൂ ആണോ എന്നുള്ള ഡൗട്ട് വരാം. പക്ഷെങ്കിൽ നമ്മൾ റവന്യൂ അല്ലെ, കൺവേർഷൻ നമ്പറിനെക്കാട്ടും റവന്യൂ നമ്മൾ എത്ര പെർസെന്റേജ് ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് റോസ് ആണ്. ടാർഗറ്റ് ROAS അല്ലെങ്കിൽ റോസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു റോബോട്ടിനെ പോലെ ഒരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വെറും ക്യാമ്പയിൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വേറെ ഏതെങ്കിലും ഇപ്പൊ ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മളോട് കുറെ വിസിബിലിറ്റി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻ ചെയ്താൽ മതി. അപ്പൊ പോയിട്ട് ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് എപ്പോഴും എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എപ്പം ഏത് ഒബ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്,
ഏത് ടൈപ്പാണ് ക്യാമ്പയിൻ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് എസെറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ബിഡിങ് സ്ട്രാറ്റജിയാണ് നമുക്ക് ആ സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഫ്രേസ് മാച്ച് കീവേഡ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഫ്രേസ് മാച്ച് കീവേഡ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ എക്സാക്ട് മാച്ച് കീവേഡ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എന്തായാലും ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് വരുന്ന സമയത്ത് വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും വീഡിയോ ആഡ്സിലേക്ക് പോകേണ്ടതുണ്ട്. സോ ഏതാണ്ട് ഒരുവിധം നിങ്ങൾ കംപ്ലീറ്റ്ലി ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. യെസ്, ഇനി ജസ്റ്റ് ലാൻഡിംഗ് പേജ് ഓൾറെഡി ചെയ്ത ആളുകളൊന്ന് എനിക്ക് ലാൻഡിംഗ് പേജ് ഷെയർ ചെയ്ത് കാണിച്ചു തരാമോ? ലാൻഡിംഗ് പേജ് കംപ്ലീറ്റ് ആയ ആൾക്കാരില്ലേ? ഇല്ലേ? എനിക്കൊന്ന് ലാൻഡിംഗ് പേജ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാമോ? എല്ലാരെയും കൊണ്ട് ഞാൻ ഷെയർ ചെയ്യിപ്പിക്കും, അത് വേണ്ട. ഓക്കെ, ആലുവിന്റെ എത്തി. ശരി, സോ ബാക്കിയുള്ള ലാൻഡിംഗ് പേജിന്റെ URL ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേ. ഐ മീൻ ചാറ്റിലേക്ക് ഷെയർ ചെയ്തേ. ഗ്രൂപ്പ് ഷെയർ ചെയ്യണമെന്നില്ല, ചാറ്റിലേക്ക് ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്താലും മതി. പ്രോഗ്രാം പഠിക്കാം. യെസ്, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഹെഡ്ലൈൻ അപ്രൂവ് ദ ഫോൾട്ട്, ആ ഹെഡ്ലൈൻ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മേജർ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൽവിൻ, നമ്മൾ ആ ഒരു 11,996 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ലേ ഇതില്ലേ? ഇത് കുറച്ചുകൂടി ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടാവല്ലേ, ഇപ്പൊ 2,000, 20,000. ഓക്കെ. അത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചോ. ഓക്കെ, ഇത് ഈ നമ്പർ ഒരു ശരിയില്ല. അങ്ങനത്തെ നമ്പർ ആവുന്ന സമയത്ത് അത് കട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇത്രയാ കുറവാണെന്നുള്ളത് തോന്നുന്നല്ലോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തോ, ബാക്കി റെഡിയാണ്. ഓക്കെ, സോ അവിടെ CTA ഉണ്ട്. CTA ശ്രദ്ധിച്ചോ, CTA ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ എൻക്വയർ നൗ എന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നു. എൻക്വയർ നൗ അല്ലെങ്കിൽ കോൾ നൗ എന്നോ അല്ലെങ്കിൽ കണക്ട് എന്നോ അല്ലെങ്കിൽ സൈനപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊടുക്കുന്നതിന് പകരം ഈ CTA ടെക്സ്റ്റ് ഗെറ്റ് ഇറ്റ് നൗ ഫോർ 1,999 ആൻഡ് അവിടെ ഒരു ഓഫർ കിട്ടുന്ന പോലെയാണ്. ഇത്രയ്ക്കുള്ള ഒരു എമൗണ്ടിലുള്ള വർക്കായിരുന്നു ഇത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു പീരീഡിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു എമൗണ്ടിനാണ്. സ്വാഭാവികമായിട്ട് അവർ ക്ലിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹു ഇസ് ഇറ്റ് ഫോർ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത കാര്യം, ആർക്കാണ് ഇത് വേണ്ടതെന്നുള്ള നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്തൊക്കെ കിട്ടുന്നല്ലേ? ഗുഡ്, നല്ല സാധനമാണ് അത്. ആൻഡ് ടെസ്റ്റിമോണിയൽസ്. വീണ്ടും CTS വന്നു. വീണ്ടും CTA. ഓക്കെ. ഈ CTA എങ്ങോട്ടാ പോകുന്നത്? വാട്സപ്പിലേക്കോ? ഡയറക്റ്റ് പേയ്മെന്റ് ആൾക്കാരുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ കൊടുത്തിട്ട് പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക്. ഓക്കെ. ജസ്റ്റ് എൻക്വയറി ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം കൂടി വെക്കായിരുന്നു കേട്ടോ. ഐ മീൻ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടോ? ഐ മീൻ എന്തെങ്കിലും ആരെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാനുള്ള. ഇതിലിപ്പം വെച്ചിട്ടുള്ള ഡയറക്റ്റ് പർച്ചേസിംഗ് എന്നുള്ള രീതിയിലാ, വേറെ ഒന്നും വെച്ചിട്ടില്ല ഇതില്. അല്ല, ഇപ്പം ഞാനിപ്പം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇത് കണ്ടിട്ട് കുറച്ചുകൂടി ഡൗട്ട് തോന്നുകയാണ്. അതായത് എനിക്ക് ഈ ഒരു സാധനത്തിൽ എന്തെങ്കിലും സംഭവം കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട് തോന്നുന്നതാണ്. ആൾക്കാർ പിന്നെ ഡൈവേർട്ട് ആയി പോവാതിരിക്കാനും പിന്നെ അപ്പോൾ ഉള്ള മൈൻഡില് ഇതാക്കാൻ വേണ്ടി ആ ഒരു രീതിയിലാണ് ചെയ്തത്. മറ്റതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം ആ ഒരു ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ
അങ്ങനെ സാധനമേ നമുക്ക് ഇവിടെ ഇല്ലല്ലോ. ഓക്കെ 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 ഓക്കെ. അവർക്ക് കണക്ട് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഓഡിയൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് എല്ലാവരും എപ്പോഴും എന്ത് ചെയ്യണമെന്നുണ്ടാവില്ല. ഒറ്റ സാധനം കണ്ടിട്ട് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ ഇവർക്ക് നമ്മൾ ഈ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും, കുറെ കാര്യങ്ങൾ, കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. ഈ ഡൗട്ടുകൾ നമ്മളോട് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിലേ അവർ എന്ത് ചെയ്യുള്ളൂ, അത് പർച്ചേസ് ചെയ്യുള്ളൂ. അതുകൊണ്ടൊരു വാട്സ്ആപ്പ് ബട്ടൺ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി ഗുഡ്. യെസ്, ഓക്കെ, സോ ദാറ്റ് ഗ്രീറ്റ്. ഇനി ബാക്കിയുള്ള ആൾക്കാർ എവിടെ? നിങ്ങളെ ലാൻഡിംഗ് പേജസ് എന്താ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ആയിട്ടില്ല സർ. കംപ്ലീറ്റ് ആയിട്ടില്ല? ഇല്ല, ഹോം പേജ് മാത്രമേ ഉള്ളൂ. ലാൻഡിംഗ് പേജ് വേറെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഹോം പേജ് ഡിജിറ്റൽ മാർക്കറ്റർ അങ്ങനെ ആണ്. അപ്പൊ സാറ് ഇന്നലെ പറഞ്ഞല്ലോ പെർഫോമൻസ് മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്യാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചല്ലേ? കമ്പനി വെബ്സൈറ്റ് ഇതിൽ ലാൻഡിംഗ് പേജ് ഏതാണ്? ലാൻഡിംഗ് പേജ് ഇതൊക്കെ ലാൻഡിംഗ് പേജ് അല്ലേ? ലാൻഡിംഗ് പേജ് 1 2 3 4 ക്ലീനിങ് സർവീസ്, ഹോം ഡെക്കോർ. ഡിഫറെന്റ് സർവീസസ് ഉണ്ട്. ഭയങ്കര സ്മൂത്ത് ആണ്. What's included? Yes. നമുക്ക് ഇവിടെ ഒരു വാട്സ്ആപ്പ് ബട്ടൺ, ഇമെയിൽ ബട്ടൺ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, നമ്മൾ ലീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് കോളും വാട്സ്ആപ്പ് എൻക്വയറി അല്ലേ നോക്കുന്നുണ്ടാവുക ക്ലീനിങ് സർവീസിന് അല്ലേ അമൽ? യെസ്, കോണ്ടാക്ട് ഫോമിന്റെ ആവശ്യം അവിടെ അല്ല. യെസ്, ഓൾമോസ്റ്റ് ഗുഡ് ആണ്. അത് ലൈക്ക് ഹോം ഡെക്കോറിന് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. സെയിം രീതി തന്നെ അല്ലേ? ഡെക്കോർ സ്റ്റൈലിംഗിലേക്ക് പോയി. ഈ ഒരു പേജ് വെച്ച് നമ്മൾ എസ് ചെയ്യുന്നില്ലല്ലോ ഡെക്കോറിനൊന്നും. അത് ജസ്റ്റ് ലാൻഡിംഗ് പേജസ് അല്ലേ? ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാനുള്ള പേജ് മാത്രല്ലേ അല്ലേ? യെസ്. സെയിം റെപ്ലിക്ക എടുത്തിട്ട് തന്നെ ഓരോന്നും ക്രിയേറ്റ് ചെയ്ത അല്ലേ? ഗുഡ്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും. അപ്പം ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു സെക്ഷൻസോ അല്ലെങ്കിൽ ഒരുപാട് കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ കണ്ട ലാൻഡിംഗ് പേജസ് ഒക്കെ പോലെ കുറച്ചുകൂടിയും വേണ്ട പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺവേർഷൻസ് കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് CTAs എനിക്കിപ്പോ അവിടെ ലീഡ് ഫോം കൊടുക്കാത്തത് കണ്ടോ? ചില കേസസിൽ ലീഡ് ഫോം വേണ്ടി വരും. അതായത് നമുക്ക് എൻക്വയറി ലീഡ്സ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ലീഡ്സ് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്റ്റ് എൻക്വയറി ആവുന്ന സമയത്ത് നമുക്ക് കോൾ ബട്ടണും വാട്സ്ആപ്പ് ബട്ടണും മാത്രം മതി. നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യണം, അത് വെച്ചിട്ട് നമ്മൾ അവരെ കോൾ ചെയ്യാം. അതായത് നമുക്കൊരു സെയിൽസ് ടീം ഉണ്ട്,
അവരെ വെച്ചിട്ട് ആ ലീഡ്സ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ചു വിളിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡ് ഫോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മറ്റേ കേസിൽ ഇപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കണ്ട പോലെ ഇപ്പൊ വാട്സപ്പ് ബട്ടൺ അല്ലെങ്കിൽ ബൈ ചെയ്യാനുള്ള ബട്ടൺ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ട പോലെ ഈ കോൾ ബട്ടൺ, ഡയറക്റ്റ് ആയിട്ടുള്ള എൻക്വയറീസ് അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ കേസസും ഉണ്ടാവും. ലീഡ് കളക്ട് ചെയ്തിട്ട് അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കേസസും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇനി ആരെങ്കിലും ലാൻഡിംഗ് പേജസ് വേണോ? നമ്മളെ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഒരു ലാൻഡിംഗ് പേജ് ഏതായിരുന്നു? അല്ലാതെ ഞാൻ അയച്ചെന്ന് പറഞ്ഞു സാറിന്. അത് പക്ഷെ അത് അത് വേറെ വെണ്ടർ ഉണ്ടാക്കിയതാ. ഓക്കെ ഓക്കെ യാ ഇപ്പം അക്ബർ കിട്ടിയോ? ലാൻഡിംഗ് പേജ് കിട്ടിയോ? ആള് ഷെയർ ചെയ്തോ? ഇല്ല ഇല്ല, ഞാൻ കണ്ടേ. തസ്നീന്റെ ഒരു ലാൻഡിംഗ് പേജ് ഇല്ലായിരുന്നോ? അത് എങ്ങോട്ടേക്കാണ്? സർ അത് നാളെ ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാൻ മുഹമ്മദ് സർ ഇന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. ആണോ? നാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ജുമാനന്റെ കേസിലോ നമ്മള് ആ വെബ്സൈറ്റ് ഇല്ലേ, ഐ മീൻ കമ്പനി വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് ആക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഞാന് ഏതൊക്കെ ചെയ്യാ വെച്ചിട്ടാണ് കമ്പനീന്റെ എന്തായാലും എനിക്ക് കമ്പനിയിൽ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴും? ചെയ്തിട്ടില്ല. ഓക്കെ ഐ മീൻ ഡെവലപ്പർ സപ്പോർട്ട് ഇല്ലേ, അല്ലെങ്കിൽ ജുമാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഓൾറെഡി കമ്പനിയിൽ വെബ്സൈറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ ഇവിടെ ഇപ്പം നമ്മൾ ആ ഒരു സബ് ഡൊമൈനിലെ ലാൻഡിംഗ് പേജിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനീന്റെ ആണോ? കൺഫ്യൂഷനിലാണോ? അതെ, കമ്പനി കുഴപ്പമൊന്നുമില്ല, പക്ഷെ റിസ്ക് ആണ് വെച്ചാൽ എനിക്കാണ് ഓക്കെ നോക്കെന്തായാലും. ദീപ്തി, എന്താണ് അവസ്ഥ? ഞാൻ ലാൻഡിംഗ് പേജ് തുടങ്ങിയിട്ടില്ല. എനിക്ക് വർക്ക് കുറച്ച് കൂടുതലായിരുന്നുകൊണ്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാന് ഈ വീക്ക് എന്തായാലും അത് ഈ ഫ്രൈഡേ സാറ്റർഡേ ഞാന് ചെയ്യും. ഓക്കെ ലാൻഡിംഗ് പേജ് തുടങ്ങാത്ത ആൾക്കാരൊന്നും ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാന് ഇത് തുടങ്ങി, എന്താ പറയാ, ഇങ്ങനെ വേർഡ് പ്രസ്സില് അതൊക്കെ ആഡ് ചെയ്തു. ഗൂഗിൾ ആഡ്സ് വെച്ചു. പേയ്മെന്റ് അതൊക്കെ കഴിഞ്ഞിട്ട് സെർച്ച് ക്യാമ്പയിൻ ആക്കി, കീവേഡ്സ് സെർച്ച് ചെയ്ത് വെച്ചു. അങ്ങനെ ഓക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് ലാൻഡിംഗ് പേജ് ഒക്കെ ആഡ് ചെയ്താൽ മതി. സർ ഞാൻ അയച്ചു തന്ന ലാൻഡിംഗ് പേജില്ല, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇന്ത്യയിലുണ്ട് ഒരുപാട് ലാൻഡിംഗ് പേജസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്തായാലും ഞാൻ ലാൻഡിംഗ് പേജ് വേറെ ഏതൊക്കെയാ ഉള്ളത് ഇതിൽ ഷെയർ ചെയ്യാവോ? ഇപ്പൊ ഷെയർ ചെയ്യണോ? ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്തിട്ടോ ചാറ്റില്. ഫോണിൽ അത് എങ്ങനെ ഷെയർ ചെയ്യാന്ന് അറിയില്ല. അന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാവോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ സാറിന് വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സാപ്പ് നമ്പറിൽ. യെസ് നോക്കട്ടെ എന്തായാലും. അനസ്, എന്താ അവസ്ഥ? കയ്യിലൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അത് മൊത്തം കളഞ്ഞിട്ടാണ് ലാൻഡിംഗ് പേജ് ആക്കി എടുക്കാന്ന് എഴുതിയിട്ട് അതിന്റെ വർക്കിലായിരുന്നു. ആദ്യം ഒരു ഇ-കൊമേഴ്സ് രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വൂക്കോമേഴ്സിലാണോ? വൂക്കോമേഴ്സിൽ നേരെ ക്ലിക്ക് ചെയ്ത വാട്സപ്പിക്ക് വരുന്ന രീതിക്കാണ് ഉണ്ടാക്കിയിരുന്നത്. ആ പേജ് അവിടെ തന്നെ വെച്ചിട്ട് നമുക്കൊരു സെപ്പറേറ്റ് പേജ് ഉണ്ടാക്കിയ പോലെയായിരുന്നു. എന്നാല് വെറുതെ ഒരു ഇതാക്കിയിട്ട് ചെയ്തതായിരുന്നു. അപ്പൊ അത് കളഞ്ഞിട്ട് ഒരു പോർട്ട്ഫോളിയോ രീതിക്ക് ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് വെച്ചതായിരുന്നു. ഓക്കെ അപ്പം ഇനിയിപ്പോ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സമയമാവില്ല അല്ലേ? ഓക്കെ, ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിനോ? അല്ലെങ്കിൽ കീവേഡ്സ് നോക്കിയായിരുന്നു. ശരി. നെക്സ്റ്റ്
പ്രസിദ്ധ എന്തായി? പ്രസിദ്ധ അല്ലെ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഹാഫ് വേ ആയി നിൽക്കുക. ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് അബൌട്ടും കൊടുത്ത് പിന്നെ സർവീസസ് ടെസ്റ്റിമോണിയൽ അവിടെ വരെ ചെയ്തിട്ടുള്ളൂ. താഴോട്ട് കംപ്ലീറ്റ് ചെയ്യണം പേജ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, ആളെ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ശൈല എന്താണ് പാട്? ശൈലുണ്ടോ? ഓക്കെ. ശ്രീശാന്ത് സാറേ കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്. അപ്പോ പിന്നെ വെബ്സൈറ്റ് ആണെങ്കിൽ എക്സ്പയർ ആയി കിടക്കുക. ആണോ? അല്ല, കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു അവര്? ഒരു സബ് ഡൊമൈൻ ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആണോ? ലൈക്ക് മെന്ററിനെ അറിയോ? ഷമീം. ഷമീമിനൊന്ന് സബ് ഡൊമൈൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്താൽ മതി. ആളെ ഷെയർ ചെയ്ത് തരും. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്താലും മതി. തോമസ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ആളെ കണക്ട് ചെയ്യാൻ ഈ വീക്കെൻഡ് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കാം. അപ്പോ മറ്റേത് അങ്ങനെ തന്നെ ചെയ്യല്ലേ? നീഷ്. അതെ അങ്ങനെ തന്നെ ചെയ്യണം. സോ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഈ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല്, പിന്നെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളെ ലാൻഡിംഗ് പേജോ അല്ലെങ്കിൽ ക്യാമ്പയിനോ ഒക്കെ എനിക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എഡിറ്റ്സ് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും. ലൈക്ക് പിന്നെ കണക്ട് ചെയ്യുന്നതിനെക്കാട്ടും ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ എനിക്ക് നിങ്ങളെ ക്യാമ്പയിൻസ് കറക്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലാൻഡിംഗ് പേജിന്റെ അകത്തുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും ഇവിടുന്ന്. അപ്പം നിങ്ങൾ ഒരാളെ ക്യാമ്പയിനിൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് എല്ലാവർക്കും ഷെയർ ആവുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഒരാളെ ക്യാമ്പയിനിൽ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ള ഞാനത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള പ്രശ്നമായിരിക്കാം. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ലാൻഡിംഗ് പേജസിന്റെ പണി കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ വെബിന്റെ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ഓൾറെഡി വെബ്സൈറ്റിലെ ആൾക്കാർക്കൊന്നും പിന്നെ നമുക്ക് ആ ലാൻഡിംഗ് പേജ് വെച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് നോക്കാം, പിന്നെ കുഴപ്പമൊന്നുമില്ല. ലീഡ്സ് ക്യാമ്പയിൻ ഒക്കെ അല്ലേ, നമ്മൾ ഫണ്ടൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്താം. സോ ഒന്ന് ഫാസ്റ്റ് ആക്കുക. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസൈൻമെന്റ് ട്രാക്കർ ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിൻ്റെ അകത്തുള്ള ടാസ്കും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ അസൈൻമെന്റ് ട്രാക്കർ? യെസ്. സോ അസൈൻമെന്റ് ട്രാക്കറിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ട്രാക്കിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് യെസ്. ഇനി നമുക്ക് ഓൺലൈൻ കൂടി ലാൻഡിംഗ് പേജ് PM01. അക്ബർ, ഈ ലാൻഡിംഗ് പേജ് ഒക്കെ പ്രസ്റ്റീജിന്റെ ഈ പ്രൊഡക്റ്റ് ഒക്കെ അക്ബർ സെയിൽ ചെയ്യുന്നതാണോ? അതെ ചെയ്യണം. ലാസ്റ്റ് ഫെബ്രുവരിയും ചെയ്തായിരുന്നു. പ്രൊജക്ട് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി.
वहाँ पे रूम लेके अभी मैं हॉस्पिटल में गई थी तो ഓക്കെ ഓക്കെ. ഈ ലാൻഡിംഗ് പേജ് വെച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്പം നമ്മളിപ്പം ചെയ്യുന്ന ക്യാമ്പയിൻസിലൊക്കെ ഏത് ലാൻഡിംഗ് പേജ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലേ? സെപ്പറേറ്റ് ആയിട്ടില്ല ലാൻഡിംഗ് പേജ് എന്ന് വെച്ചാൽ എല്ലാ പ്രോജക്റ്റിനും പ്രൊജക്ട് ബേസ്ഡ് ഡൊമൈന് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ ശോഭയ്ക്കാണെങ്കിൽ ശോഭ മാഗ്നസോറിന് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യും. ഇപ്പൊ എല്ലാ ഇപ്പൊ പ്രസ്റ്റീജിന് പ്രോജക്റ്റ് ആണ് പ്രസ്റ്റീജിന്റെ പ്രോജക്റ്റിന്റെ പേരിനനുസരിച്ച് ഇത് പർച്ചേസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നു. ഓക്കെ എൻ്റെ ഒരു 60-70 ലാൻഡിംഗ് പേജ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ലാൻഡിംഗ് പേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡൊമൈന്റെ പേരോ? ഡൊമൈന്റെ പേര് ഇല്ല 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 അത് പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ പുതിയ ഡൊമൈന്റെ അല്ലെങ്കിൽ പുതിയ സംഭവമാക്കി മാറ്റി കൊടുത്താൽ പോരെ അല്ലേ? പുതിയ പ്രൊജക്ടിന്റെ പേരാക്കിയിട്ട് ഇത് ഹോസ്റ്റിംഗ് ഇത് എത്ര വരും സാർ? 1290 ആണോ വരുന്നത്? അതോ 600 ഉള്ളോ ഡൊമൈന്? ഹോസ്റ്റിംഗും ഡൊമൈനും കൂടി നമുക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അത് കുറച്ച് 2000 സംതിങ് വരുന്നുണ്ട്. 1299 വരുന്നത്. അത് അതിലും കുറവാണ്. കൂടുതലാവാൻ സാധ്യതയുള്ളൂ രണ്ടും കൂടെ. അല്ലെങ്കിൽ നമുക്ക് കൂപ്പൺ കോഡ് എന്തെങ്കിലും വേണം. ഓക്കെ ഞാൻ 1299 പേ ചെയ്യുന്നു ഒരു ഡൊമൈൻ. ഹോസ്റ്റിംഗ് മാത്രമാണോ? അതെ. ഡൊമൈൻ എവിടുന്ന് പർച്ചേസ് ചെയ്തപ്പം? ഡൊമൈൻ ഹോസ്റ്റിംഗ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൈ ചെയ്യുന്നു. ഓക്കെ അങ്ങനെ. ശരി. അപ്പൊ കുറെ ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡൊമൈൻസ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് ഇതിപ്പോ ചിലപ്പോ ഒരു മാക്സിമം 2 months ഒക്കെ റൺ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ആകുമ്പോൾ അത് പുതിയ ഡൊമൈൻ മേടിക്കും. അങ്ങനെയാണ്. ഈ ഡൊമൈനോ കറന്റിലുള്ള ഡൊമൈന് അത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഈ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യില്ലേ? അല്ലെങ്കിൽ വേറെ ചെയ്ത് നോക്കുകയാണ്. അതായത് ഒരു സിംഗിൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ഒക്കെ സബ് ഡൊമൈൻ ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടില്ല. പ്രൊജക്ടിന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമർ ഡയറക്റ്റ് വെബ്സൈറ്റ് ആണെന്ന് ഒരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്ത് ഞാൻ ഒരു വിചാരിക്കും ഒരു ഏജന്റ് ആണെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യില്ല. അതാണ് മെയിൻ ആയിട്ട്. ഞാനിപ്പോ ആദ്യം ഇത് കണ്ടപ്പോ വിചാരിച്ചു ഇതിപ്പം അവരെ വെബ്സൈറ്റ് വെച്ചിട്ടാണോ ലാൻഡിംഗ് പേജ് റൺ ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പം പറഞ്ഞപ്പോഴാണ് ക്ലിയർ ആയത്. ഓക്കെ ദാറ്റ്സ് ഗുഡ് ആയിരുന്നു. നല്ല സ്ട്രാറ്റജിയാണ് അത്. ഒരുപാട് ഡൊമൈൻസ് വെറുതെ കയ്യിലുണ്ടാവും അല്ലേ? എൻ്റെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ലാസ്റ്റ് 3 years ഒരു 100 മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഈ സ്ട്രാറ്റജി തന്നെയാണോ ലൈക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത്? അറിയോ? എല്ലാവരും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ അപ്പൊ ഇത് മെയിൻ കമ്പനിക്ക് ഇപ്പൊ ശോഭയാണെങ്കിലും പ്രസ്റ്റീജ് ആണെങ്കിലും അവർക്ക് പ്രശ്നമാവില്ലേ? ലൈക്ക് അവരെ സെയിം ഡൊമൈനിലേക്ക് അല്ല പോകുന്നത്. ഇപ്പൊ പ്രസ്റ്റീജ് അവരുടെ പേര് യൂസ് ചെയ്യുമ്പോ ഞങ്ങൾ ഒഫീഷ്യലിൽ മെൻഷൻ ചെയ്യുന്നില്ലല്ലോ. ഇതില് ഓതറൈസ് ചാനൽ പാർട്ണേഴ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നുണ്ടാവും ടോപ്പില് കോർണറിൽ എവിടെയെങ്കിലും ചെറുതായിട്ട്. ഓതറൈസ് സെയിൽസ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ് ചാനൽ പാർട്ണർ ഇതേപോലെ നമ്മളെ അങ്ങനെ അത് അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനനുസരിച്ച് ഇതേപോലെ നമ്മളെ ഈ ഫ്രാഞ്ചൈസീസ് ഉണ്ടാവില്ലേ? ഇപ്പം ഈ ഓരോ ഷോറൂംസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ ഷോറൂംസ് ഒക്കെ അവരെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം എന്താ പറയാ, അപ്പം ഒരു ബൈക്കിന്റെ ഷോറൂംസ് ഡിഫറെന്റ് സ്ഥലത്ത് ഡിഫറെന്റ്, ഒരു കാറിന്റെ ഷോറൂംസ് ആയിക്കോട്ടെ, ഇപ്പൊ ടാറ്റേന്റെ ഷോറൂം, കുറെ ഷോറൂംസ് ഉണ്ടാവുമല്ലോ. അപ്പം അവരെന്ത് ചെയ്യും, അവരെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പേര് ചിലപ്പം ആ ടാറ്റാന്റെ ആ ഒരു പേര് തന്നെയായിരിക്കും, ജസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേര് തന്നെയായിരിക്കും. എന്നിട്ട് ഇവരുടെ സെയിൽസ് കൂടാൻ ഇവരുടെ നമ്പറും അല്ലെങ്കിൽ ഇവരുടെ വാട്സപ്പ് ബട്ടണോ അല്ലെങ്കിൽ അങ്ങനത്തെ എൻക്വയറി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സിംഗിൾ ഫ്രാഞ്ചൈസിന്റെ അല്ലെങ്കിൽ അതിന്റെ ലീഡ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. സെയിം സ്ട്രാറ്റജി തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ, ദാറ്റ്സ് ഗുഡ് വൺ. ഞാൻ എന്തായാലും
ഒരു റിയൽ എസ്റ്റേറ്റ് ക്ലയന്റിന്റെ .in അങ്ങനെ .in ആണോ നല്ലത്? .online ഉണ്ടല്ലോ, അത് കൂടുതലും പർച്ചേസ് .in ആണ്. .comന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് .com ഒന്നുമില്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ .com യൂസ് ചെയ്യുന്നുണ്ട്. .com അല്ലേ? നമുക്ക് ലാൻഡിംഗ് പേജിന്റെ കേസിൽ നമുക്കത് പ്രശ്നമായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പൊ SEO ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും പ്രശ്നം വരുന്നുണ്ടാവും. അപ്പൊ .in ലാൻഡിംഗ് പേജ് നമുക്ക് കൊടുക്കുന്നുണ്ടോ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ .co ആ രീതിയിലുള്ള സാധനങ്ങൾ .co .me ഒക്കെ നമുക്ക് കിട്ടും. അത് വലിയൊരു ചീപ്പ് പ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഈ .in-ഉം .com-ഉം പർച്ചേസ് ചെയ്യുന്ന അത്ര പൈസ ഉണ്ടാവില്ല. പക്ഷെ ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി തന്നെ നല്ലത്. ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒഫീഷ്യലി യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് പറ്റുള്ളൂ. ഒഫീഷ്യലി യൂസ് ചെയ്താൽ നമുക്ക് അക്കൗണ്ട് ചിലപ്പോൾ സസ്പെൻഡ് ആവും, അല്ലെങ്കിൽ മറ്റേ ഡൊമൈൻ അവർ സസ്പെൻഡ് ചെയ്യും. അതാണ് ഇപ്പൊ നേരത്തെ ഡൗട്ട് വെച്ചത്, ആ ഒരു ഇഷ്യൂ അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനതാ പറഞ്ഞു നേരത്തെ പറഞ്ഞത്. അപ്പം ഈ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡിഫറെന്റ് ഫ്രാഞ്ചൈസീസ് അവരെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യും. യെസ്, സോ യെസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അതൊരു വലിയ സ്ട്രാറ്റജിയാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം അക്ബറിന്റെ കയ്യിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഡൊമൈൻസ് ഉണ്ടാവും. സോ ഈ ഡൊമൈൻസിലേക്ക് നമ്മൾ ഇത് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കമ്പനിയാണ്, അവര് വെബ്സൈറ്റ് ആണെന്നുള്ള രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, സാധനം പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാധ്യത. അപ്പം സംഭവം ഡയറക്റ്റ് അല്ല, അപ്പം അവിടെ നമുക്ക് നല്ല സെയിൽസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം അല്ലെ. ഇപ്പം കുറെ കാലമായിട്ട് അക്ബർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പം ഇതും നമ്മളിപ്പം ഗൂഗിൾ ആഡ്സിൽ ക്യാമ്പയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന പോലെ പുറത്ത് ഇതുപോലത്തെ കുറെ സ്ട്രാറ്റജിയും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽസും ലീഡ്സും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പക്ക എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഗൂഗിൾ ആഡ്സിലെ ഡിഫറെന്റ് ക്യാമ്പയിൻസും ക്യാമ്പയിൻ ടൈപ്സും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ഇതുവരെ നമ്മൾ എടുത്ത ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നു 2-3 ആൾക്കാർ മിസ്സിംഗ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഇനി കൺവേർഷൻ ട്രാക്കിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡൗട്ട്സും കാര്യങ്ങളും വരാറുണ്ട്. ഇപ്പൊ ഡൗട്ട്സ് ഇല്ലാത്തത് നോക്കിയിട്ട് ഇപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് പറയണ്ട. എന്തായാലും നല്ല ഡൗട്ട്സ് വരാനുള്ള സെക്ഷൻ എത്തുന്നേ ഉള്ളൂ. ആൻഡ് പെർഫോമൻസ് മാക്സും വീഡിയോ ക്യാമ്പയിൻസ് വീഡിയോ ആഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ വരുന്ന വീക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു റിഫ്രഷിങ് അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ എന്നുള്ള രീതിയിലാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള ആ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഒരു സാധനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയും ട്രൈ ചെയ്തുകൂടെ നമുക്ക് ഈ ഒരു സാധനം? അല്ലെങ്കിൽ വരുന്ന വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ അടുത്തടുത്ത ഓക്കെ ഗ്രേറ്റ് ഓക്കെ, ആ ഒരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മളിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വീഡിയോ ആഡ്സും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ പെർഫോമൻസ് മാക്സും നമ്മൾ നെക്സ്റ്റ് ക്യാമ്പയിനിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വീഡിയോ പെർഫോമൻസ് മാക്സ് ആൻഡ് ഷോപ്പിംഗ് ആഡ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ നമ്മൾ കൺവേർഷൻ ട്രാക്കിങ്ങിലേക്ക് പോകും ഗൂഗിൾ ആഡ്സിന്റെ. ദെൻ കുറച്ച് നമുക്ക് ഈ IP എക്സ്ക്ലൂഷൻസും അതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ടൂളുകൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് പഠിക്കാനുണ്ട്. നമ്മള് ലൂക്കർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. നമ്മളെ റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ഗൂഗിൾ ആഡ്സിന്റെ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് കൺവേർഷൻ ട്രാക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് മെറ്റാ ആഡ്സും കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കൺവേർഷൻ ട്രാക്കിങ്ങും റിപ്പോർട്ട് പ്രിപ്പറേഷനും ഉണ്ടാവുക. അതായത് ലുക്കർ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ മെറ്റാ ആഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആഡ്സ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ആഡ്സ്, നമ്മുടെ പെർഫോമൻസ് മാക്സ്, അതേപോലെ തന്നെ 2-3 ടൂള്, പെർഫോമൻസ് പ്ലാനറും റീച്ച് പ്ലാനറും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെയുള്ള ടൂളാണ്.
ആ ടൂളിന്റെ യൂസും കാര്യങ്ങളൊക്കെ മേ ബി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ഡേ പെർഫോമൻസ് പ്ലാനർ ആൻഡ് റീച്ച് പ്ലാനർ ഇല്ല, മീഡിയ ഇല്ലെന്ന് ബൈങ് തോന്നുന്നു. പ്ലാനിങ്ങിന്റെ ദിവസത്തിൽ ഇല്ലായിരുന്നല്ലോ? ഇല്ല. ഇല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ പെർഫോമൻസ് പ്ലാനറിലേക്കും റീച്ച് പ്ലാനറിലേക്കും നെക്സ്റ്റ് വീക്ക് തന്നെ പോകുന്നുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഫ്രൈഡേ സെഷൻ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയാണ്, കാരണം നമ്മൾ ഇന്നലെ മിസ്സാക്കിയില്ലേ. ഇന്നലെ നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ സെഷൻ ഉണ്ടാവും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യണം, കാരണം നമ്മൾ ഇന്നലെ സെഷൻ വേണ്ടതായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവും. അതും കൂടി മേ ബി നെക്സ്റ്റ് വീക്ക് ആൻഡ് അടുത്ത വീക്കിൽ സ്റ്റാർട്ടിങ്ങിലും കൂടി ഉണ്ടാവും. ഇതാണെങ്കിലോ അതാ ഞാൻ ആലോചിക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കത് കവർ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയെങ്കിലും. ഓക്കെ. സോ കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് എന്തായാലും നിങ്ങളെ മെറ്റ ആഡ്സ് ആൻഡ് സ്നാപ്ചാറ്റ് ആഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൺവേർഷൻ ട്രാക്കിംഗ് ഉണ്ടാവുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് കൊണ്ട് എടുത്ത് തീർക്കാൻ പറ്റും. ആൻഡ് നമ്മളെ അസൈൻമെന്റ് ട്രാക്കറിലെ എല്ലാ ക്യാമ്പയിൻസും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ വേഗം തന്നെ ഈ ഒരു സെർച്ചും ഡിസ്പ്ലേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇനി സെഷൻസിന്റെ അകത്ത് ചോദിക്കുന്നുണ്ടാവില്ല, കാരണം നമുക്ക് സെഷനിൽ കുറച്ച് കാര്യങ്ങളോട് കുറെ കാര്യങ്ങൾ പോകാനുള്ളത് കൊണ്ട് തന്നെ സെഷൻസിന്റെ അകത്ത് ഇതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുന്നുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, നിങ്ങളോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളെ കുഞ്ഞു കുട്ടികളൊന്നല്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിക്കേണ്ടത്. സോ പെട്ടെന്ന് തന്നെ നമ്മളെ സെർച്ച് ക്യാമ്പയിൻ കംപ്ലീറ്റ് ആവൂലേ? ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. സെർച്ച് ക്യാമ്പയിൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവൂലേ? ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടാൽ മതി. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ 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 ഓക്കെ. സോ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോ ആഡ്സിലേക്കൊക്കെ പോവാം. നമുക്ക് അത് അടുത്ത സെഷനിലും കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. ഇന്ന് ഞാൻ എന്തായാലും ഈ ഒരു ടാസ്ക് ആൻഡ് നമ്മൾ കുറച്ച് ഡിസ്കഷൻസും അതുപോലെ തന്നെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്. ഒരു ഡൗട്ട്. ഓ ചോദിച്ചു. ഡിസ്പ്ലേ ആഡില് നമ്മളെ ഇമേജിന്റെ സൈസ് എങ്ങനെയാ? നമുക്ക് പ്രത്യേക എന്തെങ്കിലും സൈസ് ഉണ്ടോ? ഞാൻ ഗ്രൂപ്പിലേക്ക് ഇമേജിന്റെ ഡിഫറെന്റ് സൈസ് ഞാൻ ഷെയർ ചെയ്തുതരാം, എത്രയാണെന്നുള്ളതൊക്കെ. യെസ്. സോ പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ആഡില് ഇന്ന വെബ്സൈറ്റിലേക്ക് ഈ ആഡ് പോണം എന്നുള്ളതില്ലേ ഒന്ന്. അതിൽ ആ വെബ്സൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ടാണോ ആ വെബ്സൈറ്റ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് വെബ്സൈറ്റ് കണ്ടുപിടിക്കുക? അതായത് പ്ലേസ്മെന്റ്സ് കൊടുക്കുമ്പോ അല്ലേ? വെബ്സൈറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബിസിനസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അത് ബേസ് ചെയ്തിട്ടുള്ള ബ്ലോഗുകൾ ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പം ഇന്റീരിയർ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള ബ്ലോഗുകളും കാര്യങ്ങളും നല്ല പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതില് ആളുകൾ വിസിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഇന്റീരിയർ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള ബ്ലോഗുകളിലേക്കും അതുപോലെ തന്നെ അങ്ങനത്തെ വലിയ വലിയ പോർട്ടലിലേക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഇപ്പം മാഗസീൻസ് ഉണ്ടാവും ഇന്റീരിയർ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള, അവിടേക്കൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ വെബ്സൈറ്റ് ഒക്കെ ആയിരിക്കണം നമ്മൾ പ്ലേസ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ മെയിൻ ആയിട്ട് ഈ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ സെർച്ച് എഞ്ചിൻ ജേണൽ കാണിച്ചില്ലേ, അവിടെ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കൂടുതൽ പോകുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഉള്ളത് എന്താണ്, അവിടെ വരുന്ന ആഡ് കൂടുതലും ഈ ടൂൾസ്, സെംബ്രഷ്, എയർസ്റഫ്സ് പോലത്തെ ടൂൾസിന്റെ ആഡുകളായിരിക്കും. അപ്പൊ നമുക്ക് ആളുകൾ ഇൻഫർമേഷൻ തെരഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മളെ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട്. ആ വെബ്സൈറ്റുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡുകൾ റൺ ചെയ്യേണ്ടത്. കിട്ടിയോ? അപ്പൊ നമ്മൾ കീവേഡ്സ് ഇപ്പൊ വെച്ച് കൊടുത്താലും അപ്പൊ ആ ബ്ലോഗ്സ് ഒക്കെ നമുക്ക് കിട്ടിയ ആ സൈറ്റിലേക്ക് നമ്മൾ ഇത് ചെയ്യാം അല്ലെ? നമ്മൾ കീവേഡ് വെച്ച് ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീവേഡ്സ് കൊടുത്താൽ മതി. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗുകളിലേക്ക്.
കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോ കിട്ടണ സൈറ്റിലേക്ക് കൊടുക്കായിരുന്നു അങ്ങനെയല്ലേ? ആ അങ്ങനെ കൊടുക്കാം, ബ്ലോഗുകളിലേക്കൊക്കെ അല്ലേ? ആ. യെസ് 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 യെസ്. പക്ഷെ നമ്മളെ കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്കായി പോരുന്നേ. അതായത് ഇപ്പൊ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കീവേഡിൽ ആഡ് റൺ ചെയ്യാണ്. ഞാൻ ആ കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ കോമ്പറ്റീറ്റർ വരുന്നുണ്ടാവുക അല്ലേ? അതെ. അപ്പം ആ കോമ്പറ്റീറ്ററിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ആഡ് റൺ ചെയ്തിട്ട് കാര്യമില്ല, അവരത് റെസ്ട്രിക്ട് ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ബേസ് ചെയ്ത് നമ്മളെ കോമ്പറ്റീറ്റർ അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ബ്ലോഗുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ലിസ്റ്റിംഗ് ചെയ്യണ സൈറ്റില് അല്ലേ? സൈറ്റുകളിലേക്കൊക്കെ യെസ് 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 അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ചെയ്യാം. യെസ് ദാറ്റ്സ് റൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടോപ്പിക്സും കീവേഡ്സും കൊടുക്കാനുള്ള വേറെ സെക്ഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സാർ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മളുടെ ഇപ്പൊ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസിൽ നമ്മളുടെ ആഡ് കയറി വരികയാണെങ്കിൽ അവർക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ആഡ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ആഡ്സെൻസ് ഞാൻ പറഞ്ഞില്ലേ, ആഡ്സെൻസ് ഇല്ലേ, ആഡ്സെൻസ് അക്കൗണ്ടിൽ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡിനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ആഡ്സെൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ആഡ്സെൻസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ നമുക്കത് മനസ്സിലാവും. സാറിന് ഇതില് ഇമേജ് ആഡിനാണോ അല്ലെങ്കിൽ വീഡിയോ ആഡിനാണോ നല്ല റിസൾട്ട്? ഡിസ്പ്ലേ ആഡിനാണോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആഡിനാണോ റിസൾട്ട്? യൂട്യൂബ് വീഡിയോ ആഡിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഇപ്പൊ കിട്ടി വരുന്നുണ്ട്. ആദ്യം കുറച്ച് രണ്ടും ഏകദേശം സെയിം ആയിരുന്നു. ഇപ്പം കറന്റ്ലി ഞാൻ ചെയ്തു നോക്കുന്ന ചില പ്രൊജക്ടിനൊക്കെ അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ നീഷിന് അനുസരിച്ചിട്ട് അത് മാറുന്നുണ്ട്. അത് ഡിഫറെന്റ് നീഷ് ആവുന്ന സമയത്ത് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന കുറച്ച് പ്രൊജക്റ്റിൽ ഇപ്പൊ ഇന്ത്യൻ ഡിസൈനിങ് അതുപോലെ തന്നെ നമ്മളെ CD-ക്ക് വേണ്ടി ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ ആഡ്സിന് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ കറന്റ്ലി. സോ യെസ്, അപ്പം നിങ്ങൾ ലാൻഡിംഗ് പേജിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വെബിന്റെ ആളെ ചോദിക്കുക, കണക്ട് ചെയ്യുക. ആൻഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. നമുക്കത് നിങ്ങൾക്ക് ഈ 3 ദിവസം കൊണ്ട് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. 3 ദിവസം ടൈം ഉണ്ടല്ലോ അല്ലേ? യെസ്. അപ്പം ഇത്രയും ഇന്നത്തെ സെഷനിൽ എടുക്കുന്നുള്ളൂ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ബൈ. കഴിഞ്ഞു? Thank you, sir. Okay. Thank you. Good night.